വെൽക്കം ടു ഡെക്കോർ കാസിൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് വെയിൻസ്കോട്ട് തന്നെ. നമ്മൾ ഇതിന് മുന്നേ വെയിൻസ്കോട്ടുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഈ സാധാരണ ലെങ്ത് വൈസ് പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻസുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇത് 20mm, 28, 30, 38, 65 എന്നിങ്ങനെയുള്ള മോഡലുകളാണ് നമ്മൾ ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ കാണുന്ന മോഡലുകളൊക്കെയാണ് നമ്മൾ സാധാരണ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനേക്കാൾ ഉപരി നമ്മൾ പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് കാണാം, ഇതൊക്കെയാണ് ഇതിലെ വെറൈറ്റി പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ആ റിച്ച് ഫീൽ ചെയ്യുന്ന കുറെ ഡിസൈൻസുകൾ. ഇത് നമ്മൾ സാധാരണ വെയിൻസ്കോട്ട് ചെയ്യുന്ന പോലെ കുറെ ഏരിയകളിൽ ചെയ്യാനുള്ള മോഡലുകളല്ല. ഹൈലൈറ്റ് ആയി വരുന്ന ചില സ്പെഷ്യൽ ഏരിയകളിൽ മാത്രം യൂസ് ചെയ്യുന്ന ഡിസൈൻസുകളാണ്. ഇതൊക്കെ നമുക്ക് കോർണറുകളിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുക. ഇതുപോലെ ഇതിൻ്റെ പോലെയുള്ള ഏരിയകളിൽ കണ്ട ഇത് ഒരു സ്റ്റൈലിൽ വെക്കാവുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ ചില ഫോട്ടോ ഫ്രെയിംസ്, അതിൻ്റെയൊക്കെ കോർണറുകളിലൊക്കെ സിംഗിൾ പീസ് വെക്കുന്ന ഒരു ഡിസൈനാണ്. ഇത് നമുക്ക് ഏകദേശം ഇതിനൊരു 800 റുപ്പീസിന് താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് പെയിന്റിങ് മാത്രം ചെയ്താൽ മതി. ഫുൾ ഫിനിഷ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ വർക്ക് പെർഫെക്ഷൻ ഒക്കെ വളരെ വളരെ ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്കത് അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അടുത്തൊരു മോഡലാണ് ഈ ഒരു കോർണർ തന്നെ നമുക്ക് ഇതിൽ തന്നെ ചെറിയ ഡിസൈൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഏരിയകളിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഏരിയയാണ്. അതായത് ഷാർപ്പ് എൻഡിങ് ഇല്ലാത്ത ഏരിയകളിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാറ്റേൺസ് ആണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ഇത് വരാം. ഇതിന് ഇങ്ങനത്തെ ഈ കോർണർ ഏരിയ ഉണ്ടാവില്ല, ഇങ്ങനെ ഡിസൈൻസ് ആയിട്ട് അത് 4 മൂലകളിലായിട്ടാണ് നമ്മൾ ഇതിനെ കൊടുക്കുക. അപ്പോൾ അതൊരു ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അത് നമുക്കിപ്പോൾ ചിലപ്പോൾ ടിവിയുടെ യൂണിറ്റിന്റെ ബാക്ക് പാനലുകൾ, അതുപോലത്തെ അല്ലെങ്കിൽ ക്രോക്കറിയുടെ ഒക്കെ ഒരു സെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബോർഡർ പോലെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ മൂലകളിൽ മാത്രം കൊടുക്കുന്ന ഒരു സെക്ഷനാണ്. ഇതൊരു 4 കോർണറിൽ കൊടുത്താലാണ് ഇതിന്റെ ഫുൾ കംപ്ലീഷൻ നമുക്ക് ഇതിന്റെ ഭംഗി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതും നല്ല പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ചെറിയ 2-3 പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഫുൾ ഫിനിഷ്ഡ് മോൾഡാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ് പെയിന്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യം നമുക്കുള്ളൂ. അതുപോലെ തന്നെ അടുത്ത മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഇതുപോലെ തന്നെ കോർണറിൽ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇതും ഇതുപോലെ തന്നെ ഏരിയകളിൽ നമുക്ക് ഫുൾ ഏരിയയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഡിസൈൻ കൊടുക്കുന്നതാണ്. അതായത് ഇതിന്റെ ഈ ഒരു സെക്ഷൻ ഉണ്ടാവില്ല, കോർണർ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് വരുമ്പോൾ തന്നെ ഭയങ്കര ലുക്കായിരിക്കും കാണാനായിട്ട്. നമ്മളെല്ലാവരുടെയും ഈ കോർണർ ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. അതിനേക്കാൾ വിട്ട് വെറൈറ്റി ആയിട്ടാണ് ഇതിൽ കറക്റ്റ് മെർജ് ചെയ്ത് പോകും ഈ ഡിസൈൻ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് ഇത്. നമുക്ക് 38mm വീട്ടിലാണ് ഇത് വരാം. 38mm ഉള്ള വെയിൻസ്കോട്ടിലാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇതും നല്ല പക്ക ഫിനിഷിലാണ് ഇതും പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ ഫ്രെയിമോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ വെക്കുമ്പോൾ, അതുപോലെ തന്നെ റെക്ടാങ്കിൾ ആയിട്ടുള്ള വെയിൻസ്കോട്ടിങ് ഡിസൈനിലൊക്കെ വരുമ്പോൾ ഇത് ടോപ്പിൽ വെക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിൻ്റെയൊക്കെയാണ് ഇതിന്റെ ടോപ്പിലായിട്ട് കൊടുക്കുന്ന ഒരു ഡിസൈൻ മോഡലുകളാണ്. ഒരു ഹെഡ് പോലെ ക്രൗണിന്റെ ടോപ്പിൽ വെക്കുന്ന ഒരു ഡിസൈനാണ്. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഇത്. ചെറുതും ഇതിനേക്കാൾ വലുതും അങ്ങനെയായിട്ടുള്ള പല പാറ്റേൺസുകൾ അതിലുണ്ട്. ഇതിൽ നമുക്ക് 2-3 ഫ്ലവർ ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇത് ഫിനിഷിംഗ് ആണ്, പക്ക ഫിനിഷാണ്. ഇത് വേറെ നമുക്ക് ഒന്നും ഇതിൽ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഗ്ലൂ ചെയ്യുക, അതുപോലെ പെയിന്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും പക്ഷെ ഇത് വെക്കുന്ന ഏരിയകളിലാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരിക. അതായത് കോർണറുകൾ വരുന്ന ഏരിയകൾ, അതുപോലെ ചില ഡിസൈൻ വന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ആയിട്ട് വെക്കുന്ന ഒരു പാറ്റേൺ ആണ്. വളരെ സിമ്പിളാണ്, പക്ഷെ അത് നല്ല എലഗന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. ഒരു സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു കോർണറുകളൊക്കെ വരുന്ന ഏരിയകൾ വരും. അതിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പാറ്റേൺസ് ആണ് ഇത്. അതുപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ തന്നെ ചെറിയൊരു പാറ്റേൺ ആണ്. ഇതൊക്കെ നമ്മൾ 20mm വെയിൻസ്കോട്ട് വരുന്ന ഇത് ഈ ഒരു ഏരിയകളിലൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാവുന്ന ഒരു ഡിസൈനാണ്. ഇത് ചെറുതാണ്, അതുപോലെ ഇതിന്റെ വലുതുകൊണ്ട് അങ്ങനത്തെ 2-3 പാറ്റേൺസ് ഇതിൽ വരുന്നുണ്ട് ഈ ഒരു ഡിസൈനിൽ. അതുപോലെ തന്നെ ഇതും ഇതുപോലെ തന്നെ ഒരു ക്രൗൺ ടൈപ്പിൽ വരുന്ന ഒരു ഡിസൈനാണ്. ടോപ്പിലൊക്കെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഡിസൈനാണ്. ഇങ്ങനത്തെ മുകളിൽ നമുക്ക് ഇങ്ങനെ വെച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോ ഫ്രെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ക്രൗൺ പോലെ വെക്കുന്ന ഒരു ഡിസൈനാണ്. ഇതുപോലെ തന്നെ നല്ല രസത്തിൽ കാർവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതും. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ
വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണിത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ടോപ്പ് ക്രൗൺ ഏരിയകളിലേക്ക് കൊടുക്കാനും അതുപോലെ തന്നെ കോർണർ ഏരിയകളിലേക്ക് കൊടുക്കാനും ഇത് പറ്റും. ഇതുപോലെ കോർണർ ഏരിയയിലേക്ക് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും. അതുപോലെ തന്നെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ചെറിയ ചെറിയ ഗ്രൂസിലായാലും നല്ല ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു മോഡലിൽ നമുക്ക് കാണുന്നത്. ഇത് ഏകദേശം ഒരു 600 രൂപ താഴെ വരുന്ന ഒരു വിലയുള്ളൂ ഇതിൽ. ഇത് നമുക്ക് കുറേ ഏരിയകളിലല്ല, നമുക്ക് ഈ ലിമിറ്റഡ് ഏരിയകളിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു ഡിസൈനാണിതും. അതുപോലെ തന്നെ നേരത്തെ കണ്ട ഡിസൈനിന്റെ പോലെ തന്നെയാണ് ഇത്. ഇത്തിരി കൂടി ലാർജ് ഏരിയ സൈസിൽ വരുന്ന ഒരു ഏരിയയാണ് സാധനമാണ്. അത് നമുക്ക് വലിയ വലിയ ഫോട്ടോ ഫ്രെയിം അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വർക്കുകളിൽ തന്നെ ഈ സെന്റർ പോർഷനിലൊക്കെ നമുക്ക് 2 ഡിസൈനായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവർ ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു ഡിസൈനാണിത്. ഈ ഒരു ഡിസൈൻ നല്ലൊരു ലുക്ക് വരുന്ന ഒരു ഡിസൈൻ തന്നെയാണിത്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് കോർണറിൽ യൂസ് ചെയ്യാനും പറ്റും. കോർണറിൽ ഇങ്ങനെ യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് ഏരിയയിലുള്ള ഇങ്ങനെ ക്രൗൺ പോലെ വെക്കാനും ഇത് പറ്റും. ഇതിന്റെയൊക്കെ വ്യത്യാസം വെച്ചാൽ നമുക്ക് ഇതിനൊക്കെ കറക്റ്റായിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ, ഒരു റോസാപ്പൂവിന്റെ ഡിസൈൻ, അതുപോലെ തന്നെ ചെറിയ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഫ്ലവറുകൾ കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും ഏകദേശം ഒരു 600-700 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇതും. ഇത് നമ്മൾ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് കോർണറുകളിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടോപ്പ് ഏരിയകൾ, അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിമിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന ഏരിയകളിലേക്ക് നമുക്ക് ചെയ്തു കൊടുത്താൽ വളരെ ഭംഗിയായിരിക്കും. ഇത് നമുക്ക് അങ്ങനെ എല്ലാ ഏരിയകളിലേക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഏരിയകൾ വരുന്ന ഏരിയ ഉണ്ടല്ലോ, അതിൽ മാത്രമാണ് ഇത് ചെയ്താൽ ഒരു ഭംഗിയായിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഇതിന്റെ കൂടുതൽ ഭംഗി. ഇപ്പൊ ഏതൊരു വ്യക്തി കണ്ടാലും അത് വന്ന് അതിന്റെ അടുത്ത് നോക്കി അതിന്റെ ഡീറ്റെയിലിംഗ് ഉള്ളത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് കിട്ടുന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല വെറൈറ്റി കുറെ മോഡൽസുകളോട് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വരാനുണ്ട്. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലെ നമ്മൾ വീട് പണിയുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പുതിയ അപ്ഡേഷൻസ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീടുകൾ പണിയുന്നുണ്ടെങ്കിൽ ആ ഒരു പുതിയ പാറ്റേൺസിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഒരു മുന്നേ ചെയ്തിട്ടുള്ള ആ സ്ഥിരം കാണുന്ന മോഡലിനേക്കാളും വിട്ടിട്ട് നമുക്കൊരു ചേഞ്ച് ആയിട്ടുള്ളൊരു പുതിയൊരു ഡിസൈൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.